എന്താണ് വിശുദ്ധ കുർബാന അഥവാ ദിവ്യകാരുണ്യം? യേശുക്രിസ്തു തന്റെ ശരീര രക്തങ്ങൾ തന്നെ തന്നെ നമുക്ക് നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന അഥവാ ദിവ്യകാരുണ്യം. നാം നമ്മെ തന്നെ സ്നേഹത്തിൽ അവിടുത്തേക്ക് നൽകാനും വിശുദ്ധ സംസർഗത്തിൽ കുർബാന സ്വീകരണത്തിൽ അവിടത്തോട് ഐക്യപ്പെടാനും വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. അങ്ങനെ നാം ക്രിസ്തുവിന്റെ ഏക ശരീരത്തോട്, സഭയോട് ഐക്യപ്പെടുന്നു. മാമോദീസയും സ്ഥൈര്യലേപനവും കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ പ്രാരംഭ കൂദാശ ദിവ്യകാരുണ്യം കുർബാനയാണ്. ദിവ്യകാരുണ്യം ഈ കൂദാശകളുടെയെല്ലാം നിഗൂഢ കേന്ദ്രമാണ്. എന്തെന്നാൽ യേശുവിന്റെ കുരിശിലെ ചരിത്രപരമായ ബലി കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിഗൂഢമായി, രക്തരഹിതമായി സന്നിഹിതമാകുന്നു. അങ്ങനെ കുർബാനയാഘോഷം ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും പരമകോടിയുമാണ്. എല്ലാ കാര്യവും ഇതിനെ ലക്ഷ്യം വയ്ക്കുന്നു. ഇതിനേക്കാൾ മഹത്തായ മറ്റൊന്നും ഒരുവന് നേടാനാവുകയില്ല. മുറിക്കപ്പെട്ട അപ്പം നാം ഭക്ഷിക്കുമ്പോൾ നാം യേശുവിന്റെ സ്നേഹവുമായി നമ്മെ തന്നെ ഐക്യപ്പെടുത്തുന്നു. തന്റെ ശരീരം കുരിശുമരത്തിൽ നമുക്കായി തന്ന യേശുവുമായി ഒന്നിപ്പിക്കുന്നു. നാം കാസയിൽ നിന്ന് കുടിക്കുമ്പോൾ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി രക്തം ചിന്തുക പോലും ചെയ്ത അവിടുത്തോട് നമ്മെ തന്നെ ഐക്യപ്പെടുത്തുന്നു. നാം ഈ കർമാനുഷ്ഠാനം കണ്ടുപിടിച്ചതല്ല. യേശു തന്നെ ശിഷ്യരോടൊപ്പം അന്തിമാത്താഴം ആഘോഷിക്കുകയും അതിൽ തന്റെ മരണം മുൻകൂട്ടി അനുഭവിക്കുകയും ചെയ്തു. അവിടുന്ന് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും അടയാളങ്ങളിൽ തന്നെ തന്നെ ശിഷ്യന്മാർക്ക് നൽകി. അന്നു മുതൽ തന്റെ മരണശേഷം പോലും കുർബാന, ദിവ്യബലി ആചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കുർബാനയുടെ യഥാർത്ഥ ഫലം മനുഷ്യൻ ദൈവത്തിലേക്ക് പരിവർത്തിതനാവുക എന്നതാണ്. വിശുദ്ധ തോമസ് അക്വിനാസ്. ദിവ്യകാരുണ്യം കൃതജ്ഞതാ പ്രകടനം എന്നർത്ഥമുള്ള എവുക്കരിസ്ത്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായ എവ്കറിസ്റ്റ് എന്ന പദം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു. അതിന് കുർബാനയെന്നും കുർബാനയപ്പമെന്നും അർത്ഥമുണ്ട്. ആദിമസഭയുടെ ലിറ്റർജിയിൽ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്നതിനു മുൻപുള്ള കൃതജ്ഞതാ പ്രാർത്ഥനയുടെ പേരായിരുന്നു എവുക്കരിസ്ത്യ എന്നത്. പിൽക്കാലത്ത് മുഴുവൻ ദിവ്യബലി ആഘോഷത്തെയും സൂചിപ്പിക്കാൻ ആ വാക്ക് ഉപയോഗിച്ചു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. യാക്കോബ് 4-ാം 8-ാം തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തിലല്ല, കൈത്തണ്ടയിൽ. ഇവിടെയാണ് ആണിയടിച്ചത്. കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ്. അവൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ ഏറ്റത് കുർബാനയാവാനാണ്. ഒടുവിൽ അപ്പ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എമ്മിന്തണ്ട് പോലെ തളർന്നു കിടന്ന മകന്റെ മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടിക്കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. കടം വാങ്ങിയ കല്ലറയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. മരണത്തെക്കാൾ വലുതാണ് എന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോയെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ കരഞ്ഞ് 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 ഉരുകി തീർന്ന് കാൽവരിയുടെ നെറുകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ ബലിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്ക് അത് വേണ്ട. നമുക്കങ്ങനെ കവലയിൽ നിന്നാ മതി.
നമുക്കന്നേരം പുറത്ത് നിന്നാൽ മതി. നമുക്കന്നേരം ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് മൊബൈലും കൊണ്ട് ഓടുന്നവരെ, കുർബാനയ്ക്കിടയ്ക്ക് മൊബൈൽ ഉപയോഗിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ ഒരു പരാതി കൊടുക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നാൽ 5 മിനിറ്റ് ഇറങ്ങി പോവോ? നിങ്ങളുടെ ദൈവം വെറും 7-ാം കൂലി ആയതുകൊണ്ടല്ലേ നിങ്ങൾ അവന്റെ ബലി നടക്കുമ്പോൾ ഫോണുമായിട്ട് ഓടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എടുത്തോണ്ട് ഓടും കുർബാനയ്ക്കിടയ്ക്ക്. എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മടിയില്ലാത്തവര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിക്കുകയല്ല, വിധിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു, നല്ലത്. നിങ്ങളത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങളുടെ മകനോ മകൾക്കോ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. 9:30 മണിക്ക് ഹോളിൽ കയറണം, 10 മണിക്ക് പോയാൽ മതിയെന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? 9 മണിക്ക് നിങ്ങളുടെ കുഞ്ഞിന് സർജറിയാണ്, 7:30 അഡ്മിറ്റ് ചെയ്യണം. തിരുവനന്തപുരത്താണ് സർജറി, നിങ്ങൾക്ക് അടൂരിൽ നിന്ന് പോകണം. നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറുടെ തോന്നിയാസത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകാൻ ആളെ കിട്ടത്തില്ല, ഞങ്ങൾ 11-ന് പോകുന്ന ആരെങ്കിലും പറയുമോ? വേണ്ട. ഒരു കല്യാണത്തിന് പോലും നിങ്ങൾ താമസിച്ചു പോകുമോ? പിക്നിക്കാണ്, വെളുപ്പിനെ 2:30 പള്ളിയിൽ നിന്ന് പിക്നിക്ക് പോകും. നിങ്ങൾ 2 മണിക്ക് എത്തില്ലേ? ആരെങ്കിലും പറയുമോ 3:30 ഞങ്ങൾ വരുമെന്ന്? നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവ്യൂ ആണ്, 10 മണിക്ക് ഇന്റർവ്യൂ, 10:30 ഞങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ സകല കാര്യത്തിനും നിങ്ങൾക്ക് കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സമയബോധം ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വീടിന് ആ ദൈവം വെറും വേസ്റ്റ് ആണെന്നല്ലേ, വെറും 7-ാം കൂലിയാണെന്നല്ലേ, വെറും വിലകെട്ടവനാണെന്നല്ലേ, വെറും വിലയില്ലാത്തവനാണെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ജോലി വലുതാണ്, നിങ്ങളുടെ മക്കള് വലുതാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ ദൈവവിശ്വാസം നഷ്ടപ്പെടുകയും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ് കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നു പോയത്. ആ സമയത്ത് വീണ്ടും ഞാനൊരു പ്രതിസന്ധിയിലായി, വിശ്വാസ പ്രതിസന്ധിയിലായി. ആ സമയത്താണ് ജീസുത്തായ എന്റെ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം എനിക്ക് ഒരു ക്രിസ്തീയ വിശ്വാസം ലഭിക്കുന്നത്. അവർ ഒത്തിരി കാലം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തായിരുന്നു എന്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി. അങ്ങനെയാണ് എനിക്ക് മാനസാന്തരം ഉണ്ടാവുന്നത്. അവരെന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോവുകയും എനിക്ക് ബൈബിൾ തരികയൊക്കെ ചെയ്തു. അങ്ങനെ വചനം പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാനൊക്കെ ഞാൻ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോ ആണ് ഉള്ളത് എന്നുള്ളതിന് ഒരു സംശയമില്ലായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ലഭിച്ചായിരുന്നു. അപ്പോൾ നൊയമ്പ് കാലത്ത് എന്റെ സുഹൃത്തുക്കളുടെ കൂടെ 40 ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഞാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. ഈസ്റ്റർ കഴിഞ്ഞുള്ള മൺഡേ ഞാൻ ഓർത്തു ഇനിയിപ്പം എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം കുർബാനയുടെ സമയമായപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്റെ കട്ടിലിന്റെ കാൽക്കലോ ഒരാളിരിക്കുന്നു. അത് ഈശോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പൊ ഈശോ എന്നോട് ചോദിച്ചു, നീ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടായിരുന്നല്ലോ, ഇന്നെന്താ വരാത്തെ? ഞാൻ പറഞ്ഞു, കർത്താവേ അതിനിപ്പം നൊയമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഈ വെള്ളി ശനി ഞായറൊക്കെ വന്ന പോരെ? അപ്പൊ ഈശോ എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നാളെ ജോൺ പോൾ II മാർപ്പാപ്പ നാഗമ്പടം മൈതാനിയിൽ വരും എന്ന് കേട്ടാ നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അതിന് ഞാനിപ്പോ ഇന്ന് തന്നെ പോകും കർത്താവേ, ഫ്രണ്ടിൽ തന്നെ സ്ഥലം പിടിക്കും. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജോൺ പോൾ II മാർപ്പാപ്പനെ ഒന്ന് നേരിൽ കാണണമെന്നുള്ളത്. അപ്പൊ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, ഈ ജോൺ പോൾ II മാർപ്പാപ്പേനെക്കാളും വലിയവനാണോ ഞാൻ? ഞാൻ പറഞ്ഞു, കർത്താവ് നീ കർത്താവല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ ഞാനല്ലേ എല്ലാ ദിവസവും പള്ളിയിൽ ആൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ വരുന്നത്, എന്നെ നിനക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞു, കർത്താവ് ഉറപ്പായും എനിക്ക് കാണണം, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പള്ളിയിലോട്ട് ഓടി. ഇത് 1995 ഈസ്റ്റർ മൺഡേയാണ് സംഭവിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഒറ്റ ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് മുടക്കിയിട്ടില്ല. കാരണം കർത്താവിന് എന്നെ കാണണമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകും, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മള് കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് അതിനേക്കാൾ ഒത്തിരി ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ നമ്മളെ തേടുന്നുവെന്ന്. ഇങ്ങനെ
എന്നെ തേടി കാത്തിരിക്കുന്ന ഒരു ഈശോയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോവും. ഇങ്ങനെ എല്ലാ ദിവസവും ഈശോയെ കാണാൻ പോകുമ്പോൾ മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈശോ സ്വീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ കരയുമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു. അവരെന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു, നിനക്ക് എപ്പോഴെങ്കിലും മാമോദിസ സ്വീകരിക്കാൻ പറ്റും, ഈശോനെ സ്വീകരിക്കാൻ പറ്റും എന്നൊക്കെ. ഒരു ദിവസം ഞങ്ങളുടെ ഫോറൻസിക് മെഡിസിൻ ക്ലാസ്സിൽ സാറ് പൊട്ടാസ്യം സയനൈഡ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു തുള്ളി പൊട്ടാസ്യം സയനൈഡ് നമ്മുടെ നാവിൽ സ്പർശിച്ചാൽ ആ നിമിഷം തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലുള്ള ഓക്സിഡേഷൻ നിന്നു പോകും. കാരണം ഈ ഓക്സിഡേഷനെ സഹായിക്കുന്ന ഒരു എൻസൈമിനെ ഈ പൊട്ടാസ്യം സയനൈഡ് കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ നാവിൽ തൊടുന്ന നിമിഷം തന്നെ എല്ലാ കോശങ്ങളെയും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ പൊട്ടാസ്യം സയനൈഡിനേക്കാളും എന്തുമാത്രം പൊട്ടന്റ് ആണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. അപ്പൊ ഈശോ ഒരു വിശ്വാസിയുടെ നാവിൽ വരുമ്പോൾ അയാളുടെ ശരീരത്തിൽ മുഴുവൻ ഈശോയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ശരിക്കും നിങ്ങളോട് അസൂയ തോന്നുന്നു. ചുമ്മാതല്ലേ ക്രിസ്ത്യാനികൾ ഇത്ര ശക്തരായിരിക്കുന്നു, ഇത്ര വിശുദ്ധരാകാൻ പറ്റുന്നത് ക്രിസ്ത്യാനികൾക്ക് ഇതുകൊണ്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിസ്തുർബാനയ്ക്ക് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് വിസ്തുർബാന സ്വീകരിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത വന്നു. ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ അയാളെ ഞാനൊന്ന് സ്പർശിച്ചാൽ ആ ഷോക്ക് എന്നിലേക്ക് പ്രവഹിക്കും, എനിക്കും ഷോക്ക് അടിക്കും. അപ്പൊ ഞാൻ ഓർത്തു, ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു മുഖം ഓർമ്മ വന്നു. ബൈബിളിൽ ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിന്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ തന്നെ ഈശോ സാക്ഷ്യപ്പെടുത്തി, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചു, ആരോ എന്നെ സ്പർശിച്ചു എന്ന്. ഇത് രണ്ടും കൂടി എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് വിസ്തുർബാന സ്വീകരിച്ച് എൻ്റെ അടുത്തെത്താറായി. ഞാൻ ഓർത്തു, ഇപ്പൊ ഇയാളുടെ ദേഹം മുഴുവൻ ഈശോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സ്ത്രീയെ പോലെ വിശ്വാസത്തോടെ അയാളെ സ്പർശിക്കുകയാണ്, കർത്താവെ നീ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന്. ഞാൻ സ്പർശിച്ചു, ഈശോ എൻ്റെ ഉള്ളിൽ വന്നു. എനിക്കത് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പൊ ഇതിന് കുർബാനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഈ അനുഭവം പങ്കുവച്ചപ്പോൾ അവരെല്ലാം കരയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാ ദിവസവും കുർബാന കഴിയുമ്പം സ്വീകരിച്ചിട്ട് ഇവര് വന്നിട്ട് എന്നെ തൊടുകയും എന്നെ തൊടും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഈശോ ഷേക്കാൻ തരും, അല്ലെങ്കിൽ ഒരു ഈശോ കെട്ടിപ്പിടുത്തം തരും, ഈശോ ഉമ്മ തരും. ഇങ്ങനെ 6 വർഷത്തോളം ഞാൻ ഈശോയെ സ്വീകരിച്ചു. ഇങ്ങനെ എൻ്റെ മാമോദിസ എല്ലാം സ്വീകരിച്ച് ഞാൻ ഈശോനെ എന്നും സ്വീകരിക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇന്നും ഞാൻ കരുതുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് എന്നും ഈശോ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, യൂക്കരിസ്റ്റ് ഇസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതായത് വിശുദ്ധ കുർബാനയാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ സ്രോതസ്. അവിടെ നിന്നാണ് എല്ലാ കൃപകളും നമ്മളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അതാണ് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉച്ചസ്ഥായി. നമുക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് നേടാൻ പറ്റുന്ന എന്താണ്? ഈശോനെ തന്നെ. ആ ഈശോയോട്ട് ഒന്നായി ചേരുന്ന നമ്മുടെ വിസ്തുർബാനല്ലേ. അതുകൊണ്ട് ഇതാണ് വിസ്തുർബാനയാണ് എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ഞാനൊരു ഡോക്ടറാണ്. അതുപോലെ ഈശോ എനിക്ക് കുറിച്ച് തന്നൊരു കുറിപ്പടിയുണ്ട്. അതായത് ആത്മാവിലെ എൻ്റെ ക്യാൻസർ സുഖപ്പെടാനായിട്ട് ഈശോ എനിക്ക് 3 കാര്യമാണ് കുറിച്ച് തന്നത്. ഒന്ന്, ഇപ്പം ഒരു ക്യാൻസർ ഉള്ള രോഗിക്ക് നമ്മൾ എന്താ ചികിത്സ കൊടുക്കുന്നത്? സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അല്ലെ. അപ്പൊ അതുപോലെ ഈ സർജറി എന്താണ്? ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ് വചനം. അപ്പൊ ഈ വചനം കൊണ്ടുള്ള സർജറി നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാവണം. 2, കീമോതെറാപ്പി. കീമോതെറാപ്പി എന്താണ്? വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും, നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തിലേക്കും ഈശോ കടന്നു വരികയാണ്. 3-മത്തെയാണ് റേഡിയോതെറാപ്പി. ഒരു ക്യാൻസർ ബാധിച്ച രോഗിക്ക് ഡോക്ടർ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ റേഡിയേഷൻ ആ വ്യക്തിയുടെ ക്യാൻസർ ഉള്ള കോശങ്ങളെല്ലാം കരിച്ചു കളയും. പക്ഷെ ഈശോയുടെ ആ ശരീരത്തിൽ നിന്നുന്ന കിരണങ്ങൾ നമ്മുടെ ആത്മാവിലുള്ള ക്യാൻസറിനെ കരിച്ചു കളയുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ഒത്തിരിയധികം കൃപകൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യും. ഇത് ഈശോയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന റേഡിയേഷനാണ്. ഇങ്ങനെ ആ ദിവ്യ ഭിഷകരൻ കുറിച്ച് തന്ന ആ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, വചനം, വിശുദ്ധ കുർബാന സ്വീകരിക്കല്, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ആരാധന. ഇത് 3 ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല.
ഒരു ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പം എൻ്റെ മാമോദിസയ്ക്ക് മുമ്പുള്ളൊരു സംഭവം ഇത്. എന്നോട് ഒരു ബ്രദർ, റിലീജിയസ് ബ്രദർ ഉണ്ടായിരുന്നു, നവജീവനിലെ റീജൻസിക്ക് വന്ന്. ആ ബ്രദർ ചോദിച്ചു, ഡോക്ടറെ എന്തിനാണ് ഈ ഡോക്ടർക്ക് മാമോദിസയൊന്നുമില്ലല്ലോ, പക്ഷെ എന്നാലും എന്തിനാണ് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്, സ്വീകരിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ അതിനുള്ള ഉത്തരം വിശുദ്ധ കുർബാനയിൽ തന്നെയുണ്ട്. വിശുദ്ധ കുർബാന നമ്മൾ എന്നും കേൾക്കുന്നതല്ലേ, ഇത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണെന്ന്. അതുകൊണ്ട് ഈ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമായ ഈ വിശുദ്ധ കുർബാനയെ ഉപേക്ഷിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ ശക്തിയും സ്വീകരിക്കേണ്ടത്. സങ്കീർത്തൻ പറഞ്ഞിട്ടില്ലേ, കർത്താവേ സ്വർഗത്തിൽ എനിക്ക് അങ്ങല്ലാതെ എന്താണുള്ളത്, അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് അങ്ങല്ലാതെ വേറൊന്നും വേണ്ടായേ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കർത്താവെ സ്വർഗത്തില് അങ്ങല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല, അതുകൊണ്ട് ഈ ഭൂമിയിലും കർത്താവെ നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് തരണമേ. ഇത് സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയിലല്ലേ. ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. AD 750 ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ വിശുദ്ധ ബേസിലിന്റെ സന്യാസ സമൂഹാംഗമായ ഒരു സന്യാസ വൈദികൻ വിശുദ്ധ ലോഞ്ചിനൂസിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. ദിവ്യകാരുണ്യത്തിൽ ഈശ്വര സാന്നിധ്യം യഥാർത്ഥത്തിലുണ്ടോ എന്നുള്ള സംശയം ആ വൈദികനുണ്ടായി. അദ്ദേഹം വിശുദ്ധ കുർബാന മധ്യേ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്നുള്ള കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച നിമിഷം തന്നെ തിരുവോസ്തി ക്രിസ്തുവിന്റെ മാംസമായും വീഞ്ഞ് ക്രിസ്തുവിന്റെ തിരുരക്തമായും മാറി. ദിവ്യബലി മധ്യേ നടന്ന ഈ അത്ഭുതം അവിടെയുണ്ടായിരുന്ന വിശ്വാസികളെയും വൈദികനെയും ആശ്ചര്യപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് 1970 റോമിലെ സാർവത്രിക സഭയുടെ അനുവാദത്തോടെ ലാൻസിയാനോയുടെ ആർച്ച് ബിഷപ്പും അബ്രൂസോയിലെ ഫ്രാൻസിസ്കൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ഒരുമിച്ച് അരസോ ആശുപത്രിയുടെ ഡയറക്ടറും അനാട്ടമി, ഹിസ്റ്റോളജി, ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി വിഭാഗങ്ങളിലെ പ്രൊഫസറുമായ ഡോക്ടർ എഡ്വാർഡ് ലിനോലിയോട് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം 1971 മാർച്ച് 4 അദ്ദേഹം തന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിലെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഇവയായിരുന്നു. ഈ മാംസം മനുഷ്യഹൃദയത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത മാംസത്തിന്റെ ടിഷ്യൂസ് അടങ്ങിയതാണ്. അത്ഭുതകരമായ രക്തം യഥാർത്ഥ രക്തമാണ്. മാംസരക്തങ്ങൾ ഒരേ മനുഷ്യന്റെ മാംസവും രക്തവും തന്നെയാണെന്നും AB രക്തഗ്രൂപ്പിൽ പെട്ടതാണെന്നും വ്യക്തമാണ്. സാധാരണ മനുഷ്യരക്തത്തിൽ കാണപ്പെടുന്നതായ പ്രോട്ടീനുകൾ ഇവിടെ കാണപ്പെടുകയും ശരീരം അഴുകാതെ സൂക്ഷിക്കുവാൻ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു രാസവസ്തുവും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നും പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. 1973 ഡോക്ടർ എഡ്വേർഡ് ലിനോലിയുടെ പഠനങ്ങളെ വിലയിരുത്തുവാൻ ലോക ആരോഗ്യ സംഘടനയുടെ പ്രധാന ഉപദേശക കമ്മിറ്റി ഒരു ശാസ്ത്രീയ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. വിലയിരുത്തുവാൻ എടുത്ത 15 മാസ കാലയളവിൽ 500 പരിശോധനകൾ അവർ നടത്തി. ഡോക്ടർ ലിനോലിയുടെയും സംഘത്തിന്റെയും ഗവേഷണ ഫലങ്ങളിൽ തന്നെയാണ് അവരും എത്തിച്ചേർന്നത്. 1976 ന്യൂയോർക്കിലും ജനീവയിലും UN ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലാൻസിയാനോയിലെ തിരുരക്തവും മാംസവും ജീവനുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ മുറിച്ചെടുത്ത മാംസം പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് വളരുവാനായി ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ പേര് റോയ് ജോസ്. ഞാൻ 2002 ബാച്ച് IRS ഓഫീസറാണ്. ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ ബിന്ദു. JNUവിന് ഞാൻ MPhilന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ സിവിൽ സർവീസ് എഴുതുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അന്ന് മുതൽ ഞാൻ JNUവിൽ പഠിക്കുന്ന, അതായത് 2000 ആണ്ടിലാണ് ഞാൻ 2000 to 2002 ഞാൻ
JNUവിൽ MPhil ചെയ്യുന്നത്. അന്നു മുതൽ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. JNUവിൽ പഠിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ചാലേ പറ്റൂ. കാരണം രാവിലെ ഒരു 6:30ക്കാണ് അവിടെ വിശുദ്ധ കുർബാന. വസന്ത് വിഹാറിലെ ഒരു പള്ളിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും അടുത്ത പള്ളി. രാവിലെ ബസ്സുകളൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട്. അപ്പൊ നമ്മൾ രാവിലെ JNUന്ന് ഏതാണ്ട് 40 മിനിറ്റ് നമ്മൾ നടക്കണം. അതിരാവിലെ തണുപ്പ് കാലത്തൊക്കെ ഇത് ശരിക്കും ഒരു നല്ല ചലഞ്ചാണ്. പക്ഷെ ദൈവകൃപയാൽ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ അനുദിനമായിട്ടുള്ള വിശുദ്ധ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ സിവിൽ സർവീസിന്റെ എക്സാം എഴുതുന്നത്. പ്രിലിമിനറി എക്സാം ഞാൻ പാസ്സായി. മെയിൻസ് എക്സാം ഷെഡ്യൂൾ വന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു എക്സാമാണ് സിവിൽ സർവീസ്. അപ്പം ആ എക്സാം എഴുതുമ്പം എൻ്റെ വിശ്വാസത്തെയും ഞാൻ അതുവരെ തുടർന്നുകൊണ്ട് വന്നിരുന്ന ചില പ്രാക്ടീസസിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. സിവിൽ സർവീസിന്റെ എൻ്റെ ഓപ്ഷണൽ സോഷ്യോളജിയുടെ എക്സാം വരുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അപ്പം അതുവരെ ഞാൻ തുടർന്നിരുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ, ഇപ്പൊ എക്സാംസ് ഒഴികെ, ഇപ്പൊ എക്സാംസ് ഞായറാഴ്ച വരുവാണെങ്കിൽ നമുക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. ഇപ്പം നീറ്റോ സിവിൽ സർവീസോ ഒക്കെ എക്സാംസ് പലപ്പോഴും ഞായറാഴ്ചകളിലാണ് വെക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഹോളിഡേയ്സിലാണ് നടക്കുക. എക്സാംസ് അല്ലാതെ ഞാൻ ഞായറാഴ്ച പഠിക്കാറേ ഇല്ല. അത് എൻ്റെ ഒരു പോളിസിയാണ്. പക്ഷെ തിങ്കളാഴ്ച സിവിൽ സർവീസിന്റെ എക്സാം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രലോഭനം ഉണ്ടായി ഞായറാഴ്ച പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം പഠിച്ചിട്ടൊന്നും തീരുന്നില്ല ഞാൻ നോക്കിയിട്ട്. പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചു, എന്നെ അതുവരെ എത്തിച്ചത് ദൈവമാണ്. ഇനി ഈ ഒരു ഞായറാഴ്ച പഠിക്കാത്തത് കൊണ്ട് എനിക്ക് സിവിൽ സർവീസ് കിട്ടാനോ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ഏതായാലും പഠിക്കില്ലാന്ന് തീരുമാനം എടുത്തു. പക്ഷെ ഇതെന്റെ കൂടുതൽ പഠിച്ചിരുന്ന പലർക്കും അത് തീരെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് JNU ഒരു ഇടത് ചായ്വുള്ള ഒരു ക്യാമ്പസാണ്. ദൈവവിശ്വാസമുള്ളവരൊക്കെ വളരെ കുറവാണ്. എല്ലാവരും കൂടുതലും നിരീശ്വരവാദികള്, ഫ്രീ തിങ്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പലരും എന്നോട് യു ആർ ഐദർ എ ഫൂൾ ഓർ എ ഫെനാറ്റിക് എന്ന് എന്നോട് പറഞ്ഞു. നീ കാണിക്കുന്നത് മഹാവിഡ്ഢിത്തമാണ്, നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ എന്നോട് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നു. അന്ന് സിവിൽ സർവീസിൽ 108ാം റാങ്കോടുകൂടി ഞാൻ അന്ന് സിവിൽ സർവീസ് പാസ്സായി. അത് എൻ്റെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു. എൻ്റെ മക്കൾ വളർന്നു വന്നപ്പോൾ ഞാനിത് ഇവരോട് ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. ചെറുപ്പം മുതലേ ഞാൻ മക്കളോട് ഇത് പറഞ്ഞു. ദൈവപ്രമാണങ്ങൾ, പ്രത്യേകം സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കുന്നതിനെ പറ്റി. അപ്പൊ എൻ്റെ മക്കളൊക്കെ ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങള് ഒരു ശനിയാഴ്ച 6 മണി തൊട്ട് ഞായറാഴ്ച 6 മണി വരെയുള്ള സമയത്ത്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സാബത്താണ്. ആ സമയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും മറ്റ് കാരുണ്യ പ്രവൃത്തികൾക്കും ആണ് ഉപയോഗിക്കാറുള്ളത്. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പഠനത്തിനോ ജോലിക്കോ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ആദ്യ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഒരു അൺറിട്ടൺ റൂളാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു പോളിസി അനുസരിച്ച് എല്ലാവരും തന്നെ, ഇപ്പം ഏറ്റവും ഇളയ മോള് മാത്രം അവളുടെ ആദ്യ കുർബാന കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും തന്നെ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടാണ് സ്കൂളിൽ പോവുക. അതിനൊരു ഇത്തിരി ത്യാഗം ആവശ്യമുണ്ട്. അതിരാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് തയ്യാറായിട്ട് വേണം പോകാൻ. 6:30ക്കാണ് ഇവിടെ ഇപ്പം വിശുദ്ധ കുർബാന കഴിഞ്ഞു തിരിച്ചു വന്നു കഴിഞ്ഞാൽ കഷ്ടിച്ച് 20 മിനിറ്റേ അവർക്ക് കിട്ടുള്ളൂ സ്കൂളിലേക്ക് പോകാനായിട്ട്. കാരണം 8 മണിക്ക് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം അരമണിക്കൂറിന് മുമ്പ് പുറപ്പെടണമെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടണം. പക്ഷെ ആ ഒരു ത്യാഗം അവരത് അവർക്കൊരു ത്യാഗമായിട്ട് പോലും തോന്നാറില്ല. ഞങ്ങൾ രണ്ടുപേരും സ്ഥലത്തില്ലെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഔദ്യോഗിക ടൂറിനൊക്കെ പോകുമ്പം സാധാരണ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്
വണ്ടിയിലാണ് പോകാറുള്ളത്. കാരണം സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാനായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് വണ്ടി ഉണ്ടാകാറില്ല. ഇല്ലാത്ത സമയത്ത് അവർ നടന്ന് പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് സ്കൂളിൽ പോകാറ്. അത് അവർ തന്നെ സ്വയം തോന്നി അങ്ങ് ചെയ്യുന്നതാണ്, അല്ലാതെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതൊന്നുമല്ല. പക്ഷെ അതിന്റെ ആ ഒരു അനുഗ്രഹം അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. മൂത്ത മോള് +2 പഠിക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടാമത്തെ മോള് 10th പഠിക്കാൻ. +2 റിസൾട്ടും 10th ക്ലാസ്സിന്റെ റിസൾട്ടും ഒരു ദിവസമാണ് വന്നത്. +2 റിസൾട്ടില് മൂത്ത മോള് എല്ലാവരും തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. വളരെ ഹൈഫൈ സ്കൂളിലൊന്നുമല്ല. നാളിതുവരെ അവരൊരു ട്യൂഷനും പോയിട്ടില്ല. ഞായറാഴ്ച തന്നെ ഒരു ദിവസം ഒരു ട്യൂഷനും പോയിട്ടില്ല. സ്കൂളിൽ പഠിപ്പിക്കും, പിന്നെ വീട്ടിലിരുന്ന് പഠിക്കും. ആകെ സംസ്കൃതത്തിന് ഒരു 3 മാസം ഓൺലൈൻ ട്യൂഷൻ എൻ്റെ മൂന്നാമത്തെ മോള് പോയിട്ടുണ്ട്. അല്ലാതെ വേറെ ആരും ഒരിക്കലും ഒരു ട്യൂഷന് പോലും പോയിട്ടില്ല. എൻ്റെ പേര് മരിയ തെരേസ് റോയ്. എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും 5 പിള്ളേരുണ്ട്. ഞാനാണ് മൂത്തത്. ഈ നീറ്റ് 2024 എഴുതിയപ്പോൾ എനിക്ക് 700 out of 720 മാർക്സ് ആണ് ലഭിച്ചത്. ഇതെല്ലാത്തിൻ്റെ പിന്നാലെ ദൈവകരമുണ്ട്. എൻ്റെ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിൽ താമസം കിട്ടി, ഫുൾ സ്കോളർഷിപ്പും കിട്ടി, ഹോസ്റ്റലിൻ്റെ ഫീസും പേ ചെയ്യാതെ അവിടെ താമസിക്കാൻ എനിക്ക് അവസരം കിട്ടി. പക്ഷേ അവിടെ എല്ലാ ദിവസവും കുർബാന കാണാൻ പറ്റുന്നില്ല. എനിക്ക് കുർബാന കാണാതെ എനിക്ക് ആ ദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ദൈവമാണ് എനിക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. ദൈവമാണ് എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ ഉള്ളിൽ വസിച്ച് എനിക്ക് പഠിക്കാൻ കൃപ തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയും അമ്മയോട് ചോദിച്ച് വേറെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി. അതൊരു സിസ്റ്റേഴ്സ് ഹോസ്റ്റലാണ്. അതിനകത്തൊരു ചാപ്പിളുണ്ട്. എല്ലാ ദിവസവും കുർബാന കാണാൻ അവസരം എനിക്ക് കിട്ടി. അതാണ് എനിക്ക് ഈ വിജയയിലേക്ക് നയിച്ചത്. നമ്മുടെ വീട്ടിൽ 6 വർഷത്തിന് എല്ലാ ദിവസവും മുടങ്ങാതെ ഹോളി മാസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം കിട്ടി. 9ാം ക്ലാസ്സിലാണ് എനിക്ക് ശരിക്കും ഒരു ദൈവാനുഭവം കിട്ടിയത്. ഞാൻ ഈശോനെ കണ്ട് തൊട്ടനുഭവിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ എൻ്റെ പെരുമാറും ഭയങ്കര മോശമായിരുന്നു. അതിൻ്റെ കാരണം എൻ്റെ പപ്പയും മമ്മി എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ചയ്ക്ക് വേണ്ടി ഇന്റർനാഷണൽ യൂത്ത് കോൺഫറൻസിൽ പങ്കെടുത്തു. ആ ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഒരു ഇഷ്ടമില്ലാത്ത ഒരാൾ ആയിരുന്നു ഞാൻ. അപ്പോൾ സ്വന്തമായിട്ട് രാവിലെ എണീറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഈശോനെ പണ്ട് തൊട്ട് അനുഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറി. എനിക്ക് പഠിക്കാൻ കൃപ കിട്ടി. എൻ്റെ വീടിൻ്റെ എൻ്റെ അനിയത്തിമാരും അനിയന്മാരും എൻ്റെ പേരൻസിനോട് എൻ്റെ പെരുമാറും അതെല്ലാം മാറി. ഈശോനെ കണ്ടിട്ട് ഈശോനെ പോലെ സ്നേഹിക്കാൻ ഈശോനെ കണ്ടു പഠിച്ചത് ആണ് ഞാൻ എല്ലാവരോടും സ്നേഹം കാണിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീയാണ് എനിക്ക് ഈ 10 മാസം കുത്തിയിരുന്ന് പഠിക്കാൻ കൃപ തന്നത്. ഇപ്പോൾ ഞാൻ നീറ്റ് പരീക്ഷ എഴുതാൻ പോവുക. ഞാൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പാസ്സായാലും ഫെയിലായാലും ഇതെല്ലാം നിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രേയർഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ വീട്ടിനകത്തുള്ളത്. എല്ലാ ദിവസവും നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലും. എല്ലാ ദിവസവും കൊന്ത കഴിഞ്ഞിട്ട് എല്ലാവരും കൂട്ടിച്ചേർന്ന് ഒരു താങ്ക്സ് ഗിവിംഗ് പ്രെയർ പറയും. ആ ദിവസത്തിന് വേണ്ടി, എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി ദൈവത്തോട് നന്ദി പറയും. ഇത് മുടങ്ങാതെയാണ് ചെല്ലുന്നത്. നമ്മൾ ഇന്ത്യയിൽ കുറേ സ്ഥലത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ കുർബാനയും കുടുംബ പ്രാർത്ഥനയും ഒരിക്കലും മുടങ്ങിയിട്ടില്ല. ഭയങ്കര പ്രേയർഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളത്. അത് മാത്രമല്ല, രാവിലെ നമ്മൾ പേഴ്സണൽ പ്രെയർ ഒക്കെ ചൊല്ലും. ഒരു മണിക്കൂർ നമ്മൾ പേഴ്സണൽ പ്രെയർ ചൊല്ലി എല്ലാ ദിവസവും എല്ലാവരും ഒരു അരമണിക്കൂർ ബൈബിൾ വായനയൊക്കെ ചെയ്യും. ഇത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയപ്പോഴും I continued that. I did not stop that. When I went to hostel, I continued to read the Bible for half an hour every day. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന കാണുമായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു മണിക്കൂർ പേഴ്സണൽ പ്രെയർ ചെയ്യുമായിരുന്നു. അതാണ് എനിക്ക് എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി ദൈവം എനിക്ക് കൃപ തന്നത്, ശക്തി തന്നത്. എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ആദ്യമായിട്ട് അവർ വിചാരിച്ച എൻ്റെ പപ്പ, എൻ്റെ ഡാഡി സുവിശേഷം ഒക്കെ പ്രസംഗിക്കുന്ന
ആളാണെന്ന് അവർ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ എന്നെ കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ 3 മണിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ കൊറോണക്കൊന്ത ചെല്ലും. അത് ഞാൻ എല്ലാ ദിവസവും അവരുടെ കൂടെയാണ് ചെല്ലുന്നത്. അവരെന്നെ കണ്ടിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ തുടങ്ങി. ഞാൻ ദൈവാനുഭവം പങ്കുവെക്കും. ദൈവം എനിക്ക് വേണ്ടി എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളും ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള ലൈഫ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷകരമായ നമ്മളെല്ലാ കാര്യത്തിലും മക്കളുടെ ഓരോ കാര്യത്തിലും ഇടപെട്ട്, ഉദാഹരണം പറഞ്ഞ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കാര്യം എല്ലാം നമ്മളെല്ലാം എല്ലാ ആഴ്ചയും സംസാരിക്കാൻ പോകുന്ന കാര്യം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒന്നിനൊരു കുറവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഏറ്റവും സന്തോഷകരം, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കർത്താവ് ഏറ്റവും കൃത്യമായിട്ട് തരുന്നുണ്ട്. നീറ്റിൽ 1-ാം റാങ്ക് കിട്ടുന്നതിനേക്കാളും ജെയ്ക്ക് 1-ാം റാങ്ക് കിട്ടുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഞങ്ങൾ വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മോൾക്കാണെങ്കിലും ഇപ്പൊ നീറ്റിന്റെ റാങ്കായി, ഇനി ഉടനെ കൗൺസിലിംഗ് ഉണ്ടാവും. കൗൺസിലിംഗ് ചെയ്യുമ്പോഴും അടുത്ത കോളേജ് സെർച്ച് ചെയ്യുമ്പോഴും അവൾ ആദ്യം സെർച്ച് ചെയ്തത് തൊട്ടടുത്ത് പള്ളിയുള്ള എല്ലാ ദിവസവും വിസ്തുറാനിക്ക് പോകാൻ പറ്റുന്ന ഏത് മെഡിക്കൽ കോളേജാണ് ഉള്ളത്. അപ്പം ഈ ടോപ്പ് മെഡിക്കൽ കോളേജ് തൊട്ട് അല്ലാത്ത കോളേജുകൾ വരെ കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതും അപ്പൊ ഇങ്ങനെ അവരുടെ പ്രയോറിറ്റീസ് വിശുദ്ധ കുർബാനയും ദേവാലയവും ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ട് മോഡിഫൈഡ് ആകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ അവര് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വളർന്നു വരണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ എല്ലാവരും സംസാരിക്കും. പരിശുദ്ധ കുർബാനയായി കുടുംബങ്ങളിൽ നിറയുന്ന സന്ധ്യാപ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന വചനത്തിന്റെ വലിയ അഭിഷേകമായി നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാനോട് അപേക്ഷിക്കേണ്ടിയിരിക്കും.
ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിൽ അഗാധമായി സ്നേഹിച്ച് എപ്പോഴും ഇടവക സമൂഹത്തോടും കുടുംബത്തോടും ചേർന്ന് ജീവിച്ച് വിശുദ്ധിയിൽ വളർന്ന ഒരു യുവാവ്. ഇന്റർനെറ്റിന്റെ വിവിധ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ചെറുപ്രായത്തിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഡോക്യുമെന്ററികളാക്കി ലോകത്തിന് സമ്മാനിച്ച പുണ്യജീവിതം. ഒത്തിരി പ്രത്യേകതകൾ ഒന്നും തന്നെ എടുത്തു പറയാനില്ലാത്ത ഒരു സാധാരണ വ്യക്തിത്വം. പക്ഷേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിലെ അസാധാരണമായ ജാഗ്രത. വെറും 15 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു യുവാവ്. കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടുകൂടി ഉല്ലസിച്ചും പാവങ്ങളുടെ കണ്ണീരൊപ്പിയും വിശുദ്ധ കുർബാനയെ പ്രണയിച്ചും കഴിഞ്ഞ ഒരു ബാലൻ. അതായിരുന്നു കാർലോ അക്വിറ്റീസ്. ഒരു നിമിഷം പോലും ഈശോയെ തന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താതെ ഈ നൂറ്റാണ്ടിൽ നമുക്കിടയിൽ ജീവിച്ച തികഞ്ഞ IT വിദഗ്ധനും നവയുഗത്തിലെ യുവജനങ്ങൾക്ക് മാതൃകയുമായ കാർലോ അക്വിറ്റീസ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് അർച്ചന ജോർജ്. വീട് എറണാകുളത്താണ്. ഒരു +1 +2 കാലഘട്ടം മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അതുപോലെ കൂടെ കുമ്പസാരിക്കാനും ഈശോ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഒരു കുർബാന കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ PG പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ട്രിപ്പിന്റെ സമയത്ത് എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം 5 ദിവസത്തേക്ക് വിശുദ്ധ കുർബാന മുടങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ പിന്നീട് ക്ലാസ്സിലുള്ള 2 ജീസസ് യൂത്ത് എൻ്റെ കൂടെ കുർബാനയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ട്രിപ്പിന് പോയി. അവിടെ ചെന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാൻ ഞങ്ങൾക്കൊരു പള്ളി കിട്ടി. ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തും. കുർബാന തെലുങ്കിലും കന്നഡയിലും അങ്ങനെ എന്തൊക്കെയോ ഭാഷയിലായിരുന്നു. ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു കുർബാനയുടെ ഗ്രേസ് അതിൽ വിശ്വസിച്ചാൽ ഞാൻ എല്ലാ ദിവസവും തന്നെ കുർബാന കൂടി ഒത്തിരി ഹാപ്പി ആയിരുന്നു. അന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്യാൻസർ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തും ഒത്തിരി സെൻസിറ്റീവായ എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കെ സാധിച്ചത് വിശുദ്ധ കുർബാനയിലൂടെ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് മൊത്തം 4 സർജറി കഴിഞ്ഞതാണ്. ഓരോ സർജറിക്ക് മുൻപും കുർബാനയിൽ സംബന്ധിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും എന്നെ 8 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കയറണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു കുർബാനയ്ക്ക് പോയി സംബന്ധിക്കുക പോസിബിൾ അല്ലായിരുന്നു. എങ്കിൽ പോലും ഉള്ള കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും അച്ഛന്മാരെ വിളിച്ച് ദൈവം അനുഗ്രഹിച്ച ഏതെങ്കിലും ഒരച്ഛനെങ്കിലും എനിക്ക് ആ സമയത്ത് വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തരാം എന്ന് സമ്മതിക്കാറുണ്ട്. അങ്ങനെ ഓരോ കുർബാനയ്ക്ക് മുൻപും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഓരോ സർജറിക്ക് മുൻപും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് സർജറിക്ക് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ സർജറിയും കഴിഞ്ഞ് മാസങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കിടക്കുന്ന സമയത്തും എനിക്ക് ലൈവായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ഒരു ജീസസ് യൂത്ത് ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കുർബാനയ്ക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ സ്പീക്കർ മോഡിലിട്ടിട്ട് വീട്ടിലിരിക്കുന്ന എന്നെ വിളിച്ച് അങ്ങനെ ഫോണിൽ കൂടെ ലൈവ് കുർബാന ഞാൻ കൂടിയിട്ടുണ്ട്.
പിന്നെ ഒരു കാലത്ത് എനിക്ക് വായിലൂടെ ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം വായുടെ അകത്താണ് സർജറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സമയത്തും ഇപ്പോഴും എനിക്ക് വായിലൂടെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മൂക്കിലൂടെ ട്യൂബ് ഉണ്ടാവും. എൻ്റെ ഇടവക വികാരി അച്ഛൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഫിലോസ്റ്റി ഇട്ട് അലിയിപ്പിച്ച് അങ്ങനെ ആ വെള്ളമാണ് ഞാൻ ട്യൂബിൽ കൂടെ കഴിച്ച് ആ രീതിയിലാണ് വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചുകൊണ്ടിരുന്നിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ആ ഒരു കാലയളവിൽ കുർബാന മുടങ്ങി. എല്ലാവർക്കും എന്ന പോലെ എനിക്ക് ഒരുപാട് കുർബാന മുടങ്ങി. അതൊത്തിരി വിഷമം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ച കോളേജിൽ അവിടുത്തെ സെമിനാരിയിലൊക്കെ ചെല്ലുന്ന പ്രൈവറ്റ് കുർബാനയ്ക്ക് ഞാനും വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് അച്ഛന്മാരുടെ പെർമിഷനൊക്കെ വാങ്ങിച്ച് അങ്ങനെ സ്കൂട്ടർ എടുത്ത് പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ജൂൺ അവസാനം തുടങ്ങി റെഗുലറായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ഈ വർഷമായപ്പോൾ പക്ഷേ എനിക്ക് കണ്ണിന് പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തുകയും അതുകൊണ്ട് തന്നെ ദൂരെ എങ്ങോട്ടെങ്കിലും പോയി കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാതെ വരികയും ചെയ്തു. എങ്കിൽ പോലും ഒത്തിരി വലിയൊരു ഗ്യാപ്പ് വരാതെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് തരാം എന്ന് സമ്മതിക്കുകയും അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടാണെങ്കിലും ഈ വർഷവും എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവസരങ്ങൾ ഈശോ തരുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്നും ഒരു ഉറപ്പാണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന ശക്തി വിവരിക്കാനാവാത്തതുമാണ്. അതുകൊണ്ട് തന്നെ എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.